നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഉണ്ണിയാൽ ഫിഷറീസ് ക്ഷേമനിധി ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ഉണ്ണിയാൽ മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ശാസ്ത്ര കൗതുകങ്ങൾ ഉണർത്തി സയൻസ് സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. മംഗലം പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും 200 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും നടന്നു. തിരുനാവായ അടുക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി കൂടിയിരുത്തം പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. KSTA മലപ്പുറം ജില്ലാ കമ്മിറ്റി 4ാം ക്ലാസ് ഇംഗ്ലീഷ് പരിപോഷണ പദ്ധതിയായ ടിങ്കിൽ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മീരാണ്ണൻ, സെക്രട്ടറി ഗോപൻ, ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട്, ട്രഷറർ സുധീർ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. മലിനീകരണ നിയമങ്ങൾ ഭേദഗതി ചെയ്യുക, ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ മലിനീകരണ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ഈ കാല നിയമങ്ങളൊന്ന് പിൻവലിച്ചു തരണം. എന്താ സർക്കാർ പിൻവലിക്കാത്തതെന്ന് ഞങ്ങൾക്കറിയാം. കോടികൾ വാങ്ങി കോർപ്പറേറ്റ്സുകളെ ഇവിടെ കൊണ്ടുവന്ന് ഈ മേഖലയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനോട് പറയുവാനുള്ളത്, അവരോടൊപ്പം ഞങ്ങളുണ്ട്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഈ സമരത്തിന് ഞങ്ങളുടെ MP പറഞ്ഞല്ലോ, ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്നവൻ, ഈ രാജ്യത്ത് അധ്വാനിക്കുന്നവൻ, അവനിക്ക് ആവശ്യമായ അവൻ്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനാണ് നമ്മളുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ സമരത്തിന് നിങ്ങളെ ആരും വിളിച്ചു കൂട്ടിയതല്ല, നിങ്ങൾ സ്വയമായി കൂടിയത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുവാനുള്ളത്, ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥരോ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ ഇവിടെ ഉണ്ടെങ്കിൽ. ന്യൂസ് ഡെസ്ക് വെട്ടം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനദ്രോഹ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉണ്ണിയാൽ ഫിഷറീസ് ക്ഷേമനിധി ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ഉണ്ണിയാൽ മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ധർണാ സമരം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നും തൊഴിലാളികളോട് നീതി പുലർത്തിയിട്ടുള്ള, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള വളരെയേറെ പ്രാധാന്യമുള്ളൊരു സംഘടനയാണ് നമ്മുടെ സ്വന്തം തൊഴിലാളികൾ. ഓരോ ദിവസവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വീർപ്പുമുട്ടിക്കുന്ന തരത്തിലേക്കാണ് സർക്കാരിന്റെ പോക്ക്. കേരളത്തിലെ ആപാലപൂർവ്വം ജനങ്ങളുടെയും അവസ്ഥ അതാണ്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഏതൊരു വിഭാഗമാണെങ്കിലും, കർഷകരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അതുപോലെ തന്നെ ജീവനക്കാരാണെങ്കിലും ഇവിടുത്തെ മറ്റു വ്യാപാരികളാണെങ്കിലും
മറ്റു പൊതു തൊഴിലാളികളാണെങ്കിലും ഒക്കെ അവരുടെ സ്ഥിതിയാണ്. ആശ്വാസം നൽകാൻ പരിശ്രമിച്ച ഒരു നേതാവിന്റെ പേരാണ് ഔക്കാദ് കുട്ടി സാഹിബ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി നഹാ സാഹിബിന്റെ കാലത്ത്. എന്നാൽ അതിനുശേഷം എടുത്തു പറയാവുന്ന എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ചു. മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ഖജനാവിലേക്ക് വരുന്ന റവന്യൂ വരുമാനം നമ്മുടെ ഭരണകൂടം ഉപയോഗിക്കും. ഈ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യം അത് സംസ്കരിച്ച് വൻകിട ഫാക്ടറികളിലൂടെ മറ്റു ഉൽപ്പന്നങ്ങളാക്കി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ലോകത്താകമാനം മത്സ്യം ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് സംസ്കരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജീവിക്കുന്നു. മത്സ്യം ഉപയോഗിച്ച് വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ ജീവിക്കുന്നു, കോടീശ്വരന്മാരായി മാറുന്നു. അതിനുള്ള മൂല്യ വസ്തു മത്സ്യം അത് കടലിയമ്മയോട് പൊരുതി വാങ്ങി അത് നേടിയെടുത്ത് പിടിച്ചുകൊണ്ടുവന്ന തൊഴിലാളികളുടെ സ്ഥിതി എന്താണ്? കേരളത്തിന്റെ സൈന്യം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ഈശ്വരാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അവരവരുടേതായ യാനങ്ങളും മധുന്മമായ എഞ്ചിനുകളും ഉപയോഗിച്ച് ആ പ്രളയബാധിത സ്ഥലത്ത് പോയി അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഇന്ത്യയിലെ ഭരണകൂടം നോക്കുകുത്തിയായി നിൽക്കുന്ന സമയത്ത് എന്നാൽ പട്ടാളക്കാർക്ക് പോലും പോയി സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിയാത്ത ആ മേഖലയിൽ, രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത മേഖലയിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടന്നു ചെന്ന് സ്വന്തം ശരീരം ചവിട്ടുപലകയാക്കി നിർത്തിക്കൊണ്ട് അതിലൂടെ ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ച അനുഭവമുള്ള മത്സ്യത്തൊഴിലാളികളെ അന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ സൈന്യമെന്നാണ്. പ്രഭാഷണം കൂട്ടായി ബാപ്പുട്ടി നിർവഹിച്ചു. എ പി മനഫ് വാക്കാട്, കെ പി ഹംസക്കോയ, പി കെ ഹംസക്കുട്ടി, ഇ പി ഇമ്പിച്ച് ബാവ, സി പി സിദ്ദീഖ്, ഉസ്മാൻ ആലിൻചുവട്, സി പി റാഫി എന്നിവർ സംസാരിച്ചു. ഉണ്ണിയാൽ ബീച്ച് റോഡിൽ നിന്നും തുടങ്ങിയ മാർച്ചിന് സി പി കുഞ്ഞുമോൻ, പി കെ മൊയ്തീൻ, ഉബൈദ് ആലിൻചുവട്, എ പി മജീദ്, യൂനുസ് ഉണ്ണിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് ഉണ്ണിയാൽ. ശാസ്ത്ര കൗതുകങ്ങൾ ഉണർത്തി സയൻസ് സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചികളെ പങ്കുവെക്കുന്നതിനായി ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് സയൻഷ്യ എന്ന പേരിൽ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായത്. ശാസ്ത്ര ഗണിത സോഷ്യൽ മേളയുടെ ഭാഗമായുള്ള പ്രവൃത്തി പരിചയമേളയിലെ വിവിധ മത്സരങ്ങളിൽ 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫാബ്രിക് പെയിന്റിംഗ്, ക്ലേ മോഡലിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, പാവ നിർമ്മാണം, വേസ്റ്റ് മെറ്റീരിയൽ ഉൽപ്പന്ന നിർമ്മാണം, എംബ്രോയിഡറി, ബീഡ്സ് വർക്ക്, വെജിറ്റബിൾ പ്രിന്റ് തുടങ്ങിയ 20ഓളം പ്രവൃത്തി പരിചയ തത്സമയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗണിതമേളയുടെ ഭാഗമായുള്ള ജിയോമെട്രിക്കൽ ചാർട്ട് നിർമ്മാണം, പസിൽസ് നിർമ്മാണം തുടങ്ങിയ ഇനങ്ങളിലും മത്സരം നടന്നു. സോഷ്യൽ സയൻസ്, ഗണിതശാസ്ത്ര, IT ക്വിസ് മത്സരവും മേളയുടെ ഭാഗമായി നടക്കുകയുണ്ടായി. ലഘുപരീക്ഷണം, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ശാസ്ത്രമേള പ്രദർശനം എന്നിവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. ഹെഡ്മാസ്റ്റർ ടി മുനീർ റസാഖ് പാലോളി, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി CM അബ്ദുള്ളക്കുട്ടി, സ്റ്റാഫ് സെക്രട്ടറി K റംല, SRG കൺവീനർ CMA ഷംസീന, VS ജിഷ, അക്കാദമിക് കോർഡിനേറ്റർ K പ്രിയ, ക്ലബ് കൺവീനർ M ഖദീജ, M സെലീന, സുലൈഖ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് പറവണ്ണ. മംഗലം പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും 200 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും പൊന്നാനി പാർലമെന്റ് മണ്ഡലം MP
അബ്ദുസമദ് സമദാനി നിർവഹിച്ചു. കൂട്ടായി മഖ്ദൂമയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും 200 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും പൊന്നാനി പാർലമെന്റ് മണ്ഡലം MP അബ്ദുസമദ് സമദാനി നിർവഹിച്ചു. ത്രിതല പഞ്ചായത്തുകൾ കൈകോർത്താൽ വലിയ രീതിയിലുള്ള വികസനം നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. മംഗലം കൃഷിഭവനും തൊഴിലുറപ്പ് വിഭാഗവും സംയുക്തമായി നടപ്പിലാക്കുന്ന തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കൽ പദ്ധതിക്കുള്ള തെങ്ങിൻ തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി നിർവഹിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സർക്കാർ ജീവനക്കാരായ വില്ലേജ് ഓഫീസർ നിഷ, വില്ലേജ് ഓഫീസർ ശ്രീഹരി എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ TP ഇബ്രാഹിംകുട്ടി, റാഫി മാസ്റ്റർ, പഞ്ചായത്ത് അംഗം നിഷ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി S അനീഷ് സ്വാഗതവും VO ശ്രീഹരി നന്ദിയും രേഖപ്പെടുത്തി. വെട്ടന്യൂസ് മംഗലം. സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും അവരോടുള്ള സഹഭാവം ഉണ്ടാക്കുന്നതിനും ഭിന്നശേഷി വിഭാഗം തന്നെ വിഭാവനം ചെയ്ത എടക്കുളം പാലിയേറ്റീവ് കെയർ സെന്റർ തിരുനാവായ ബഡ്സ് സ്കൂളിലെയും ആദവനാട് പേരിലൽ സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കുടിയിരുത്തം എന്ന പരിപാടിയിലൂടെ വിസ്മയം തീർത്തു. തിരുനാവായ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി കൂടിയിരുത്തം പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. ബഡ്സ് സ്കൂൾ തിരുനാവായ വിദ്യാർത്ഥിനി മുരളി പ്രിയ സ്വാഗതം പറഞ്ഞു. ഭിന്നശേഷിക്കാരനായ യൂനസ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. വൈരങ്കോട് നന്മ പാലിയേറ്റീവ് പ്രസിഡന്റ് ബക്കർ അമരിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് കൌൺസിലിംഗ് ഇല ഫൗണ്ടേഷൻ കുറ്റിപ്പുറം വിസ്മയ നിർവഹിച്ചു. AA സുൽഫിക്കർ അലി ബൂട്ടോ കുറ്റിപ്പുറം സംസാരിച്ചു. പാട്ടും ഒപ്പനയും ഡാൻസും കോൽക്കളിയും എല്ലാമായി ഭിന്നശേഷിക്കാർ എന്ന പരിമിതികളെ അവർ തോൽപ്പിച്ചു കളഞ്ഞായിരുന്നു കലാപരിപാടികൾ. അവർക്ക് വേണ്ടി ഇത്രയും വിശാലമായ സൗകര്യവും സംവിധാനവും ഒരുക്കിയതിനുള്ള നന്ദി മക്കളുടെയും രക്ഷിതാക്കളുടെയും വാക്കുകളിൽ പ്രകടമായിരുന്നു. അവരുടെ ലോകവും വർണ്ണാഭമാവട്ടെ. അതിരുകളില്ലാതെ ചേർത്തുപിടിക്കാൻ സാന്ത്വനം പാലിയേറ്റീവ് കെയർ എന്നും കൂടെയുണ്ടാകും. ഇനിയും കൂടിയിരിക്കാം എന്ന ഉറപ്പും നൽകി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി. വെട്ടന്യൂസ് തിരുനാവായ. KST സംസ്ഥാന അക്കാദമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ടിങ്കിൾ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ ഉപജില്ലയിലെ GLP BP അങ്ങാടി സ്കൂളിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ നിർവഹിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ചിത്ര സുരേഷ് അധ്യക്ഷത വഹിച്ചു. തിരൂർ ഉപജില്ലയിലെ GLPS BP അങ്ങാടിയിൽ വെച്ച് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം RK ബിനു പദ്ധതി വിശദീകരണവും നടത്തി. ഡയറ്റ് ഫാക്കൽറ്റി S ബിന്ദു, BPC സുശീൽ കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് ബഷീർ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പിൻപുറത്ത് ശ്രീനിവാസൻ, സ്കൂൾ പ്രധാനാധ്യാപിക ഷീല K എന്നിവർ ആശംസയർപ്പിച്ചു. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ പാഠഭാഗത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഡ്രാമയുടെ അവതരണവും നടന്നു.
our King Vidyadhara is very sad. What is the reason? What is the reason? Huh? Not children. Yeah, he has no children. So who will rule the country? That is the worry. Okay. Then when I say happy garden, you have to do accordingly. Okay. Happy garden. KSTA തിരൂർ ഉപജില്ലാ സെക്രട്ടറി ദിനേശ് ടി വി നന്ദി അർപ്പിച്ചു. പരിപാടിക്ക് KSTA ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിയായനി KP, ഉപജില്ലാ ഭാരവാഹികളായ സുനിൽ കുമാർ K, രഞ്ജിത് കുമാർ K, ഫൈസൽ NP, ടിങ്കിൾ സ്റ്റേറ്റ് RP, ലെസ്ന ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തലക്കാട്. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.